ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ അഫർമേഷനെ കുറിച്ച് ഇച്ചിരി ഡീപ്പായിട്ടൊന്ന് നോക്കാൻ പോവാണ് കേട്ടോ. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് വോക്കും അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ് തോട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ക്യാൻസൽ ചെയ്തോളുക. നമ്മുടെ മൈൻഡിനെ അങ്ങ് റീപ്രോഗ്രാം ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തെടുത്ത് സെറ്റാക്കാനായിട്ട് പോവുകയാണ്. കാരണം നമ്മുടെ ഇന്നത്തെ ലോകത്ത് നമുക്ക് നമ്മുടെ ലോകത്തെ മാറ്റാനോ നമ്മുടെ കൂടെയുള്ള ആളുകളെ മാറ്റാനായിട്ടോ ഒന്നും പറ്റത്തില്ല. കാരണം അതങ്ങനെയാണെന്നുള്ളത് നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. അതിനെ മാറ്റാനായിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിരാശയും വിഷമങ്ങളും നെഗറ്റീവ്സും മാത്രമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ഒന്നിനെയും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്ക് മാറാൻ പറ്റും. നമ്മുടെ കുഞ്ഞു മക്കളെയും നമുക്ക് നല്ല രീതിയിൽ ആ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് അത് കൊടുത്ത് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് ഇനി വേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ആ ഒരു സമയത്തിന് ഭയങ്കരമായിട്ട് പോസിറ്റിവിറ്റി തരാൻ കഴിയും. നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി നന്നായിട്ട് അബ്സോർബ് ചെയ്ത് നമ്മുടെ മൈൻഡിലേക്ക് ആക്കാൻ നമുക്ക് പറ്റണം. പലരും പറയാറുണ്ട് രാവിലെ എഴുന്നേക്കാണ്ട് പറ്റുന്നില്ല, മടിയാണെന്നുള്ളത്. നമ്മളങ്ങനെ പറയുകയാണ് എനിക്ക് പറ്റത്തില്ലെന്ന് നമ്മൾ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആയി പോകുള്ളൂ. ഓക്കെ രാവിലെ എഴുന്നേക്കാനായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് 2 കുഞ്ഞു മക്കളാണുള്ളത്. ഒരാൾ ഫീഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് രാത്രി ഫീഡ് ചെയ്യാനായിട്ടൊക്കെ എഴുന്നേക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഉറക്കം ബ്രേക്ക് ആവും. പിന്നെ അപ്പോൾ ഒന്ന് ഉറക്കം ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഉറക്കം കിട്ടാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണല്ലേ. പിന്നെ അതിലുപരി ഹെൽത്ത് ഇഷ്യൂസ് വരും, മക്കൾക്ക് വയ്യാതെയാവും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോഴൊക്കെ എനിക്കും ഉണ്ടായിരുന്നു ക്ഷീണവും ഇതുമൊക്കെ. പക്ഷേ ഞാൻ വിചാരിച്ചു, എൻ്റെ മൈൻഡെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു ഡൗൺ ആയിട്ടിരിക്കുന്ന എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളോട് ഉള്ള ചില ആളുകളുടെ പെരുമാറ്റം ആ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നെഗറ്റീവ് എന്ന് വെച്ചാൽ വിഷമത്തിലാണ്, എപ്പോഴും ഒരു സാഡ്നെസ് ആണ്. അപ്പോൾ എനിക്ക് ഫൈനലി ഞാൻ തീരുമാനിക്കുകയാണ് എനിക്കിതിൽ നിന്നൊരു മാറ്റം വേണം, എന്നാലേ ഞാൻ ഓക്കെ ആവുള്ളൂ എന്നുള്ളതും എൻ്റെ മക്കളെ എന്നാലേ എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറേ ചിന്തകൾ. എനിക്ക് എൻ്റെ കരിയർ ഒന്ന് ബിൽഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മൈൻഡ് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോസ് പല സ്ഥലത്താണ്. നമ്മുടെ വീട്ടിലുള്ള ഒരു സമാധാനം പോകുന്നു, നമ്മുടെ കരിയർ വൈസ് അത് അഫക്റ്റ് ചെയ്യും, മക്കളെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. നമ്മളുടെ മൈൻഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മക്കൾ എല്ലായിടത്തും ഈ നെഗറ്റിവിറ്റി സ്പ്രെഡായി പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. സോ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ പോസിറ്റീവ് ആകാനായിട്ട് നോക്കുക. അതിന് വേണ്ടത് രാവിലെ എഴുന്നേക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു കുറച്ച് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിക്കോളും. നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊരു ഒരു പ്രാക്ടീസിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റ് പോകും. നമുക്കൊരു മെൻ്റൽ ക്ലോക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ വിചാരിക്കാം, ഞാൻ നാളെ 5:30 ആകുമ്പം ഡെഫിനറ്റ്ലി എഴുന്നേറ്റിരിക്കും എന്നുള്ളത് നിങ്ങൾ എപ്പോഴും അത് മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എന്താണോ അഫേം ചെയ്യുന്നത്, നമ്മൾ എന്താണോ വിചാരിക്കുന്നത്, നമ്മൾ എന്താണോ വിഷ്വലൈസ് ചെയ്യുന്നത്, അത് നമ്മുടെ ലൈഫ് ആകും എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ വിഷ്വലൈസേഷൻ പവർ ഭയങ്കര ഹൈ ആണ് കേട്ടോ. അത്രയും പവർ ഉള്ളതാണ് നമ്മുടെ ഒരു വിഷ്വലൈസേഷൻ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെൻ്റൽ ക്ലോക്ക് എന്ന് പറയുന്നത്. അവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ 5:30 ആകുമ്പോൾ അല്ലെങ്കിൽ 5 മണി ആ ഒരു സമയത്ത് എഴുന്നേറ്റിരിക്കും എന്നുള്ളത് ഫിക്സ് ചെയ്ത് വെക്കുക. നിങ്ങൾ പകൽ സമയത്തും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് മൈൻഡിൽ നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒരു അലാറം വെക്കാറില്ല. കാരണം ഞാൻ അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എഴുന്നേക്കും ചാടി. എന്നേക്കാൾ മുന്നേ അവർ ചാടി എഴുന്നേക്കും. ചെറുത് എഴുന്നേറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ കരച്ചിലൊക്കെ ആയിരിക്കും. പക്ഷേ നേരത്തെ കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിൽ നമുക്ക് വരുത്താൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു അലാറവും വയ്ക്കാറില്ല. കാരണം എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ സ്കൂളിൽ ഞാൻ അവനെ വിടുന്നുണ്ട്. അപ്പോൾ എനിക്ക് 8:30 ആകുമ്പോൾ എനിക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കണം. അതിന് മുന്നേ ഞാൻ രാത്രിയിലേക്ക് വരെയുള്ള കറിയും കാര്യങ്ങളൊക്കെ വയ്ക്കും. ചോറൊക്കെ 2 നേരത്തായിട്ടൊക്കെയും വെക്കുന്നത്. കാരണം ചിലപ്പോൾ ചോറ് ഞാൻ മാത്രമായിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത്. മക്കൾക്ക് ചിലപ്പോൾ അല്ലാതെ ഇഡ്ഡലി, ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയായിരിക്കും. അവർ ചിലപ്പോൾ ഒരു നേരമൊക്കെ ചോറ് കഴിക്കുള്ളൂ. അപ്പോൾ ആ ഒരനുസരിച്ചിട്ട് കുക്ക് ചെയ്യും. എന്നിരുന്നാലും എൻ്റെ ഈ ഒരു പണികളൊക്കെ ഞാൻ ആ ഒരു സമയത്ത് തീർത്ത് വയ്ക്കും. പിന്നെ പകൽ എനിക്ക് വേറെ ജോലിയുണ്ട്, എനിക്ക് എൻ്റെ വർക്കുകൾ ചെയ്യണം. അപ്പോൾ ഇത് കണക്ക് കൂട്ടി ഞാൻ ഓരോ ദിവസവും എൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങി. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം.
പ്ലാൻ ചെയ്യാം. ആദ്യമേ എഴുതി വെക്കണം കേട്ടോ നമ്മുടെ ഈ പ്ലാനിങ്. അതായത് നിങ്ങളുടെ നെക്സ്റ്റ് ഡേ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് തലേ ദിവസം രാത്രി പ്ലാൻ ചെയ്ത് എഴുതി വെക്കാൻ പറ്റും. ആ ഒരു ഡയറി നിങ്ങൾ ഒരാളെയും കാണിക്കേണ്ട കാര്യമില്ല. സോ ബിക്കോസ് അത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഒരു അസറ്റാണ്, നമ്മളുടെ പേഴ്സണൽ അസറ്റാണ് നമ്മളെ ആ ഒരു ഡയറി എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് എഴുതിയിടാം. അപ്പോൾ ഞാനിങ്ങനെ എഴുതിയിടാൻ തുടങ്ങി. ആൻഡ് ഗ്രാജുവലി ഉണ്ടല്ലോ ആ ഒരു ഫ്ലോയിൽ അങ്ങ് എൻ്റെ ലൈഫായി എന്നുള്ളതാണ് സത്യം. ഞാനിപ്പോൾ അലാറം ഒന്നും വെക്കാറില്ല, സത്യമാണ്. എനിക്ക് അലാറം വെക്കണ്ട. ഞാൻ ആ ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ കണ്ണ് തുറക്കും, എഴുന്നേക്കും. നമ്മൾ എഴുന്നേറ്റ് കണ്ണ് തുറന്നിരുന്നിട്ട് ഞാൻ ഒരു ഹിന്ദുവാണ്, എൻ്റെ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന എന്തെങ്കിലും ചൊല്ലും. അങ്ങനെ ആ ഒരു രീതിയിലാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. വന്നാടനെ അപ്പം തന്നെ ഞാൻ ഫ്രഷ് ആവും. എനിക്ക് എഴുന്നേറ്റ് അപ്പം തന്നെ പല്ല് തേച്ച് അത് റെഡിയാണ്. അത് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ് കേട്ടോ. പിന്നെ ചൂടുവെള്ളമാണ് ഞാൻ കുടിക്കുന്നത്. പിന്നെ നമ്മുടെ ബാൽക്കണിയിൽ കൂടി നല്ല മഞ്ഞും തണുപ്പുമായിരിക്കും. പക്ഷേ ആ ഒരു നേച്ചർ, ആ ഒരു സമയത്ത് ആ ഒരു നേച്ചർ ഉണ്ടല്ലോ എൻജോയ് ചെയ്യണം നമ്മൾ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. കാരണം അത് എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ ഭയങ്കരമാണ്. അത് നമ്മളങ്ങ് അബ്സോർവ് ചെയ്തങ്ങ് എടുത്തേക്കണം. നമുക്ക് പറയാനുള്ള ഗ്രാറ്റിറ്റ്യൂഡും നമുക്ക് പറയാനുള്ള അഫർമേഷൻസൊക്കെ നമ്മളങ്ങ് പറഞ്ഞേക്കണം. ആ സമയത്ത് നടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കൈവച്ചിട്ട് തന്നെ പോണോ പ്രയർ അങ്ങ് ചൊല്ലണം. ഓക്കെ, നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്, നമുക്ക് എന്തും വിഷ്വലൈസ് ചെയ്യാം. ആ സമയത്ത് നെഗറ്റീവായിട്ടുള്ള തോട്ട് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തങ്ങ് വിട്ടേക്കണം. നമുക്കത് വേണ്ട. നമ്മൾ ആ നെഗറ്റീവ് തോട്ട് വന്നു, അതിൻ്റെ ബാക്കി ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് നെഗറ്റീവ് തോട്ട്സ് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് നമുക്കതിനെ വേണ്ട, നമുക്കതിനെ വിട്ടേക്കാം. ഓക്കെ, ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് അടുപ്പിക്കുകയേ വേണ്ട. വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പറയാം ക്യാൻസൽ എന്ന് പറഞ്ഞേക്കാം, അത് പൊക്കോളും. നമ്മൾ അതിനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചാൽ മാത്രമാണ് അത് ഉള്ളിൽ വളരുള്ളൂ. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മുടെ ലൈഫ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ട് നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ലൈഫിൽ മുന്നോട്ട് വന്നപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ വിഷ്വലൈസേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ പവർ ഹയ്യസ്റ്റ് ആണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എത്ര പേര് വിശ്വസിക്കുന്നില്ല എന്നൊന്നും എനിക്കറിയത്തില്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെയേറെ നല്ലതാണ്. നമുക്ക് ആരും നശിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കുശുമ്പോ ആക്രാന്തം ഇതൊന്നും പാടില്ല. അതായത് ഇപ്പം വേറെ ആൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യുകയാണ്, അത് അച്ചീവ് ചെയ്തോട്ടെ, അത് അവരുടെ കഴിവുകൊണ്ട് അവർ നേടിയതാണ്. ഓക്കെ, നമ്മളതിൽ അസൂയപ്പെടേണ്ട, അയ്യോ അവർക്ക് കിട്ടിയത് എനിക്ക് വേണം, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. നമുക്ക് കഴിവുണ്ട്. ഇപ്പോൾ നമുക്ക് കഴിവുണ്ട്, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും കഴിവുകളുണ്ട്. അതില്ലാത്തതായിട്ട് ഈ ലോകത്ത് ഒരു മനുഷ്യനുമില്ല. നമ്മളത് എത്ര നന്നായിട്ട് വിനിയോഗിക്കുന്നു, ആ കഴിവ് നമ്മൾ എങ്ങനെ അറിഞ്ഞ് അതിനെ എങ്ങനെ നമ്മൾ വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ് ഇരിക്കുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്. സോ നമ്മൾ നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക, നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുക. പലരും പറയാറുണ്ട്, അയ്യോ എന്നെ കാണാനായിട്ട് അവിടെ ഓക്കെ അല്ല, ഇവിടെ ഓക്കെ അല്ല, മുടി ഒഴിയുന്നുണ്ട്, പാടുകളുണ്ട്, മെലിഞ്ഞിട്ടാണ്, വണ്ണമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ അവസ്ഥ ഇപ്പോഴത്തെ എന്താണോ അതിൽ നമ്മളെ അങ്ങ് സ്നേഹിച്ച് തുടങ്ങുക. ഓക്കെ, ഒരാളും പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷെ എല്ലാവരും സുന്ദരന്മാരാണ്. എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ ബ്യൂട്ടിഫുള്ളാണ് അല്ലേ. പിന്നെ കളിയാക്കലുകളൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, എനിക്കും കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ നന്നായിട്ട് മെലിയുമായിരുന്നു കേട്ടോ. എനിക്ക് വെയിറ്റ് ലോസ് ആണ് ആവുന്നത്, പലരും വെയിറ്റ് ഗെയിൻ ആണ്. പക്ഷേ എനിക്ക് ഛർദ്ദിച്ച് ഭയങ്കരമായിട്ട് എനിക്ക് വെയിറ്റ് ലോസ് ആവും കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണെന്ന് വെച്ചാൽ അതുപോലെ സിവിയർ വോമിറ്റിംഗ് ആണ്. അപ്പം ഫസ്റ്റ് ഡെലിവറിക്ക് എനിക്ക് ഒരു സിവിയർ വോമിറ്റിംഗ് ഉണ്ട്. സെക്കൻഡ് പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് തന്നെ ആയിട്ടുള്ളതാണ്. അപ്പോഴും എനിക്കൊരു പേടിയാണ്, അയ്യോ എനിക്ക് ഈ വോമിറ്റിങ് വരുമോ അങ്ങനെയുള്ളൊരു പേടി കൊണ്ട് ഉണ്ടായി. പിന്നെ നമുക്കല്ലാത്ത കുറേ പേഴ്സണലായിട്ടുള്ള ടെൻഷൻസും കാര്യങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മളെ ജഡ്ജ് ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ നമ്മളൊന്ന് പ്രസവിക്കുന്ന സമയം പോലും മറ്റുള്ളവർ ഡിസൈഡ് ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതല്ലേ. നമ്മൾ പ്രഗ്നൻ്റ് ആവണോ, പ്രസവം നിർത്തണോ, ഇതൊക്കെ മറ്റുള്ളവരാണ് ചിന്തിക്കുന്നത്. പ്രസവിക്കുന്ന എനിക്കും അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്കും ഇല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളാണ് ബാക്കിയുള്ളവർക്ക്. അതൊക്കെ നമ്മൾ ഈ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ വെച്ചിട്ടായിരിക്കും ഇവർ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. നമ്മളിതിന് ചിന്തിച്ചിരുന്ന് ടെൻഷനാവും. അത് പല രീതിയിൽ ഉള്ള ബുദ്ധിമുട്ടുകളായി മാറും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസായി. അപ്പം എനിക്ക് ഫുഡൊന്നും പ്രോപ്പറായിട്ട് ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് മെലിഞ്ഞു. എനിക്ക് സ്കിൻ ടോണൊക്കെ നന്നായിട്ട് കുറഞ്ഞു. ഹെയർ ലോസ് എനിക്ക് നന്നായിട്ട് ഹെയർ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം സ്ട്രെയിറ്റൊക്കെ ചെയ്ത് അത്യാവശ്യം മുടിയൊക്കെ പോയി, ഡാമേജായി. ഞാൻ വീണ്ടും റെഡി ആയിക്കൊണ്ട് വരുന്നു. മുടി കട്ട് ചെയ്തു, അങ്ങനെയൊക്കെ ഇതിലാണ് ഇപ്പം മുടി ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളത്. നല്ല ഹെയർ ഉണ്ടായിരുന്നു, ആ ഹെയർ ഫോൾ ഉണ്ടായി. അപ്പം
ഒന്ന് രണ്ട് ആൾക്കാരുണ്ടല്ലോ എന്നെ ഭയങ്കരമായിട്ട് കളിക്കും, നിന്നെ എന്തിനു കൊള്ളാടി, നിന്നെ എന്തിനു കൊള്ളാം കാണാൻ, അങ്ങനെ പറഞ്ഞ് അവർ ഭയങ്കര തമാശയായിട്ട് ചിരിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ നിന്ന് പറയുക. എൻ്റെ കണ്ണിൽ നിന്ന് അങ്ങ് വെള്ളം ഒഴുകുക. എനിക്ക് പൊട്ടി ഞാൻ കരയുന്നൊന്നുമില്ല, അങ്ങനെ പൊട്ടിക്കരയാനുള്ള അറ്റാച്ച്മെൻ്റ് ഒന്നും അവരുമായിട്ട് എനിക്കില്ല. പക്ഷേ എൻ്റെ ഒരു ബന്ധുവാണ്. അവരുടെ ഈ ഒരു വർത്തമാനം ഉണ്ടല്ലോ എന്നെ ആ സമയത്ത് ഇല്ലാതെയാക്കി. ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് ഓർത്തോണം. അപ്പോൾ നമുക്ക് പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് പല മാറ്റങ്ങളും വരും അല്ലേ. അപ്പോൾ ആ ഒരു സ്ത്രീ, അവരൊരു സ്ത്രീയാണ്, അവരും മക്കളെ പ്രസവിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ പറയുന്ന അപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾ ചോദിച്ചു, നിങ്ങൾക്ക് പറയാൻ എന്ത് യോഗ്യതയാണ്, നിങ്ങളത് ഐശ്വര്യ റായി ആണോ? നമ്മളെപ്പോഴും പറയുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടം ഓടി. ഇപ്പോഴും ഞാൻ മറക്കത്തില്ല, എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ ആ ഒരു കാര്യം ഞാൻ മറക്കത്തില്ല, ആ ഒരു വ്യക്തിനെയും മറക്കത്തില്ല, അവർ പറഞ്ഞ വാക്കുകളും മറക്കത്തില്ല. കാരണം എന്നെ അത്രയ്ക്ക് അത് അഫക്റ്റ് ചെയ്തു. പിന്നെ എന്നും വിഷമമായിരുന്നു എനിക്ക്, എന്നും വിഷമം. ഞാൻ ഡേ ബൈ ഡേ ഡള്ളാവാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് എന്നെ മാനസികമായിട്ട് അഫക്റ്റ് ചെയ്തു. അപ്പം ഞാനത് അവർക്ക് ബോധമില്ല എന്നുള്ളത് ഞാൻ കരുതിയാൽ മതിയായിരുന്നു. കാരണം അവർ ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ല, അവർക്ക് ഒരു ചിന്തിക്കാനുള്ളൊരു വിവരം പോലും ഇല്ല ആൾക്കാരോട് സംസാരിക്കാനായിട്ട്. ഇങ്ങനെ പ്രദൂഷണം പറഞ്ഞ് അതാണ് അവരുടെ ഒരു രീതി, അതാണ്. അപ്പം ഞാനതങ്ങ് മനസ്സിലാക്കി ആ ഒരു ലാഘവത്തോടെ എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഹസ്ബൻഡും പറയും അങ്ങനെ. പക്ഷേ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പ്രഗ്നൻസി ടൈം അങ്ങനെയുള്ള ഒരു ഇതാണ്, നമ്മൾ ഇമോഷണലി കുറേയൊക്കെ വീക്കായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും സ്ത്രീകളെ ഡൗൺ ആക്കുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇതെൻ്റെ മൈൻഡിൽ കിടന്ന് അങ്ങ് ഉരുകാൻ തുടങ്ങി. ഞാൻ ഭയങ്കരമായിട്ട് ഡൗണായി. അത് പല രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അപ്പം എവിടെയെങ്കിലുമൊക്കെ ഉള്ള നമുക്ക് കിട്ടിയ കളിയാക്കലുകളായിരിക്കാം നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ വേദനിപ്പിക്കുന്നത് അല്ലേ. നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ കളിയാക്കുന്ന ആൾക്കാർക്ക് തിരിച്ച് മറുപടി കൊടുക്കുക തന്നെ വേണം. അല്ലാതെ നമ്മളെല്ലാം കേട്ട് നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ചെവിയിലങ്ങ് വിട്ടേക്ക്, മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. ചിലപ്പോൾ അതെല്ലാവർക്കും പോസിബിൾ ആണെന്നില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മറുപടി പറയുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. നമ്മളെ അതൊന്നും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. എല്ലാവരും ഈ ലോകത്ത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ സ്കിൻ നന്നായിട്ടാവാനുള്ളത്, ഞാൻ എൻ്റെ ഹെയർ ഗ്രോത്തിനുള്ളത് അല്ലെങ്കിൽ ഹെയർ ഫോളിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഈവൻ നമുക്കത് മെഡിറ്റേഷനിലും അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള അതായത് നമുക്ക് വയറ് കുറയണമെങ്കിൽ, വണ്ണം വയ്ക്കണമെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെഡിറ്റേഷനിൽ കൂടി ടെക്നിക്ക് വഴി നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അങ്ങനെ ഒത്തിരി ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വരുത്താൻ പറ്റും. പക്ഷേ നമ്മളുടെ ഒരു ഗ്രോത്തും നമ്മളുടെ ഒരു ഡൗൺസും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാവരുത്. ഇപ്പം ഞാൻ ഈ ഒരു കാര്യം തന്നെ പറഞ്ഞു, ഞാൻ ആ സ്ത്രീ അന്ന് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഭയങ്കര ഡൗണായി. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളിലും ഡിപ്പെൻഡ് ആവണ്ട. ഏത് നെഗറ്റീവ് ഫീലാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒരാളിലും നമ്മൾ ഡിപ്പെൻഡ് ആവണ്ട. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാം. നമ്മൾ വിചാരിക്കാത്ത പവറുകളുണ്ട്, സത്യമാണത്. നമ്മൾ തിരിച്ചറിയുന്നില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ കുറേ പ്രശ്നങ്ങളും കുറേ വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചതിന് ശേഷം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചറിയുന്നതായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം എപ്പോഴും ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. മോശം അല്ലെങ്കിൽ നെഗറ്റിവിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ എന്നങ്ങ് പറഞ്ഞേക്കുക. അത് ആദ്യമേ നമുക്ക് എന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നും, പറഞ്ഞാൽ അത് നടക്കുമോ? പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഡെയിലി നെഗറ്റീവ് തോട്ട്സ് വരുമ്പം നമ്മൾ ഡെയിലി പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കും. നമ്മൾ ക്യാൻസൽ ചെയ്തങ്ങ് പോകും. നമ്മുടെ ലൈഫിൽ നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ചെയ്യുമ്പം, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുമ്പം ഒരു വിശ്വാസം ഉണ്ടാവണം. നമ്മൾ സംശയിച്ച് ഇത് നടക്കുമോ, ഇത് ശരിയാണോ, അങ്ങനെ വിചാരിച്ചിട്ട് ഒരിക്കലും ചെയ്യരുത്. നമ്മളിൽ വിശ്വസിക്കുക. നമ്മൾ ചെയ്യുന്ന ലോ ഓഫ് അട്രാക്ഷൻ അതിൽ വിശ്വസിക്കുക. നമുക്ക് ഡെയിലി അഫർമേഷൻസ് എഴുതാൻ സാധിക്കും. അതായത് ഐ ആം വെരി ബ്യൂട്ടിഫുൾ. എഴുതുക, ധൈര്യമായിട്ട് എഴുതുക, ഡെയിലി എഴുതുക. 10 അഫർമേഷൻസ് നമുക്ക് നമ്മളെക്കുറിച്ച് മാത്രമായിട്ട് എഴുതണം. അങ്ങനെ ഒരു ഇത് വെക്കുക കേട്ടോ. അതായത് ഞാൻ എന്നെക്കുറിച്ച് ഒരു 10 അഫർമേഷൻസ് ഡെയിലി എഴുതുകയാണെന്ന്. ഐ എം വെരി ബ്യൂട്ടിഫുൾ. അത് ആ ഒരു ബ്യൂട്ടിഫുൾ എന്നുള്ളതുണ്ടല്ലോ, അത് ഫീൽ ചെയ്ത് തന്നെ എഴുതണം. എഴുതിയതിന് ശേഷം ഒരു 3 തവണ വായിക്കുക വേണം. ഐ എം വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെ എഴുതാതെ അത് എൻജോയ് ചെയ്ത് ആ ഫീൽ ഉൾക്കൊള്ളുമ്പോൾ നമുക്കൊരു രോമാഞ്ചം പോലെയൊക്കെ നമ്മളൊരു ബ്ലഡ് സർക്കുലേഷൻ തന്നെ ചിലപ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഐ ആം വെരി ബ്യൂട്ടിഫുൾ. അതങ്ങ് എൻജോയ് ചെയ്ത് അങ്ങ് എഴുതുക. വേണമെങ്കിൽ കണ്ണാടി നോക്കിയിട്ട് പറയാം, എന്ത് ബ്യൂട്ടിഫുൾ ആണ് നീ, എന്ത് സുന്ദരിയാണ് നീ എന്ന് പറയാം. ഓക്കെ, നമ്മുടെ മുടി എൻ്റെ ബ്യൂട്ടിഫുൾ ഹെയറിന് നന്ദി പറയാം. അങ്ങനെ നമുക്ക് നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും.
ഓക്കെ, നമ്മുടെ സ്കിന്നിന് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും, ഹെയറിന് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇത് നമുക്ക് വാട്ടർ ടെക്നിക്ക് വഴി നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും ചെയ്യാം. നിങ്ങളിങ്ങനെ അഫർമേഷൻസ് എഴുതുക. നമ്മളിൽ വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ എന്താണോ അത് അഫർമേഷൻസ് ആക്കി ഒരു ബുക്കിൽ എഴുതിയിടുക. ഓക്കെ, നമുക്ക് ഡെയിലി എഴുതിയിടാം കേട്ടോ. ഒരു 10 അഫർമേഷൻസ് ഡെയിലി നമ്മളുടെ രൂപത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ നമ്മളല്ലാതെ അഫർമേഷൻസ് എഴുതും. നമുക്ക് ഓരോ ദിവസം നടന്ന കാര്യങ്ങൾക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എഴുതാം. നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ വിഷ് ലിസ്റ്റിനെ പറ്റി എഴുതാം. പക്ഷേ ഇതൊരു സ്പെഷ്യലൈസ് ചെയ്ത് നമ്മളുടെ നമുക്ക് നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടി എഴുതാൻ സാധിക്കും അഫർമേഷൻസ്. അതാണ് ഞാൻ ഇത്രയും സുന്ദരിയായതിന് നന്ദി എഴുതിക്കോണം. അതിൽ ചമ്മലും ഒന്നും വിചാരിക്കേണ്ട. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡയറിയിൽ നമ്മൾ എഴുതുന്നതാണ്. എനിക്ക് കുറേ ഡയറി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡയറിയോ ബുക്കോ, ഞാൻ പറഞ്ഞല്ലോ, സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് നോക്കുമ്പോൾ ഇഷ്ടം തോന്നുന്ന ഏതാ അതങ്ങ് പിക്ക് ചെയ്തോണം. അത് എഴുതാം. അത് നമ്മളുടെ വേൾഡാണ്. ഓക്കെ, ആ ഡയറി എന്ന് പറയുന്നത് നമ്മളുടെ വേൾഡാണ്. അവിടെ നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ കോൺഫിഡൻസ് ലെവലിനെ കൂട്ടാനുള്ള കാര്യങ്ങളും നമ്മുടെ ലോകമാണ്. നമ്മൾ എന്താണോ അതാണ് ഡയറി, അല്ലേ? നമ്മളാണ് ആ ഡയറി. അപ്പോൾ അതിനെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി സൂക്ഷിക്കുക. അതിലെന്തെഴുതിയാലും ഇഷ്ടങ്ങൾ മാത്രം. ചിലവരുണ്ട് ഡയറി എഴുതുന്ന ശീലമുണ്ട്. അതിനകത്ത് അനുഭവിച്ച വിഷമങ്ങളും സങ്കടങ്ങളും അതും ഇതൊക്കെ ഇങ്ങനെ എഴുതും. വേണ്ട, അതൊന്നും വേണ്ട. നമുക്ക് ആ ഒരു ഡയറിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതാൻ നോക്കുക. അതിൽ അഫർമേഷൻ രീതിയിൽ എല്ലാം എഴുതുക. എന്നും എഴുതുക. എന്നും മോർണിംഗ് ടൈമിൽ എഴുതാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇനി കിടക്കുന്നതിന് മുന്നേ എഴുതിയാലും അത്രയും നല്ലത്. കാരണം കിടക്കുന്നതിന് മുന്നേ എഴുതുമ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നന്നായിട്ട് അങ്ങ് രജിസ്റ്റർ ആവും. അത് നമ്മളിലേക്ക് നന്നായിട്ട് മാനിഫെസ്റ്റ് ആവും. നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഫോൺ നോക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയേക്കുക. എഴുന്നേൽക്കുന്ന ഉടനെ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ചെയ്യും. കാരണം അത് കുറേ അധികം ഉണ്ട് പറയാനായിട്ട്. ആ ഒരു കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ പോലും അറിയാതെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങും. സോ ഒന്നെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണമെന്നല്ല. നിങ്ങളിപ്പോൾ രാവിലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷ് ലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താണോ അഫേം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് എഴുതാം. നൈറ്റ് കിടക്കാൻ നേരത്ത് നമ്മുടെ നെക്സ്റ്റ് ഡേ എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്തതിനുള്ള ഒരു അഫർമേഷൻസ് കുറച്ച് കാര്യങ്ങൾ എഴുതി വയ്ക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മളെക്കുറിച്ച് എഴുതാം. അത് ഞാൻ പറഞ്ഞില്ല, വളരെ എൻജോയ് ചെയ്ത് എഴുതണം കേട്ടോ. വളരെ ഇഷ്ടപ്പെട്ട് വളരെ ഫീൽ ചെയ്ത് എഴുതാൻ നോക്കണം. അതായത് ഞാൻ വളരെ സുന്ദരിയായതിന് നന്ദി, പിന്നെ എനിക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടിയതിന് നന്ദി. ഇതൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും. എൻ്റെ മുടി നല്ല കരുത്തുറ്റ മുടിയിഴകൾ ലഭിച്ചതിന് നന്ദി. ഇങ്ങനെ എല്ലാം നമുക്ക് കിട്ടിയതായിട്ട് ഓൾറെഡി എനിക്കത് റിസീവ് ചെയ്യാൻ സാധിച്ചതിന് നന്ദി എന്നുള്ള രീതിയിൽ വേണം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിലൊരു വിശ്വാസവും ഉണ്ടാവണം. അത് വിശ്വാസം ഉണ്ടാവും ഉറപ്പായിട്ടും. നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ, നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പം ഇതിൻ്റെ മിറാക്കിൾസ്, അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് പതുക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് ഫീൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആ ഫീലിംഗ് നമ്മൾ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ചിലപ്പോൾ രോമാഞ്ചം തോന്നും. ചിലപ്പോൾ അത്രയ്ക്ക് വർക്കിംഗ് ആണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. ഡെഫിനറ്റ്ലി ഇത് വർക്കാവും. നിങ്ങൾ വിശ്വസിക്കുക. നമുക്കൊരു മാറ്റം വേണ്ടേ? നമ്മൾ ലോകത്തെ മാറ്റാൻ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ കൂടെയുള്ളവരെ മാറ്റാൻ നോക്കിയിട്ട് കാര്യമില്ല. ഇനി കൂടെയുള്ള ആൾക്കാരും അവരൊക്കെ ചിലപ്പോൾ നമ്മളോട് ഒരു ആത്മാർത്ഥതയും ഉണ്ടായിരിക്കണമെന്നൊന്നും ഇല്ല. കാരണം ഇനി മുന്നോട്ടുള്ള കാലം അങ്ങനെയാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങണം ഇങ്ങനത്തെ കാര്യങ്ങൾ. നമ്മുടെ മക്കളിലേക്കും കൊടുക്കണം. മറ്റുള്ളവരെ നമുക്ക് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. അമ്മായിമ്മ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ഇവരെ ആൻറ്റിമാർ ഇവരെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഹസ്ബൻഡിനെ ആരും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ചേഞ്ച് ആയാൽ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അത് മനസ്സിലാക്കുക. ഞാൻ ചേഞ്ച് ആകുന്നിടത്ത് ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ വീട് ഒക്കെ ചേഞ്ച് ആകും. നമ്മുടെ ഇപ്പോൾ കൂട്ടുകുടുംബത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വേറെ ഒരുപാട് ആൾക്കാരുണ്ടാവാം. അവരൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ ഇതിലേക്ക് ഈ ഒരു ട്രാക്കിലേക്ക്, മെഡിറ്റേഷൻ്റെ ഈ ഒരു ട്രാക്കിലേക്ക് വന്നാൽ ഇതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. ഇവരുടെയൊക്കെ മുന്നിൽ ഇവരാരും മിണ്ടിയില്ലെങ്കിലും ഇവരെല്ലാവരും ഒറ്റപ്പെടുത്തിയാലും നമ്മളെ അതൊന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് അവരുടെ മുന്നിൽ ധൈര്യമായിട്ട് പോയി നിൽക്കാൻ പറ്റും. ഇവളെന്നെ ഇങ്ങനെ മാറിയെന്നുള്ള അവർ തന്നെ ആലോചിച്ച് അത് ചെയ്യും. അതാണ് നമുക്ക് വരുന്ന ചേഞ്ച്. സോ ആ ഒരു ചേഞ്ച് വേണ്ട എല്ലാവർക്കും. പിന്നെ നമുക്കൊരു ഏണിങ്സ് ഉണ്ടാവും, വേണം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. നമുക്കെല്ലാവർക്കും ഈസി ആയിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതും ഈ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫ് മാറണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ആദ്യം.
എനിക്ക് മാറ്റാൻ വേണം എന്നുള്ളത് ഞാനാണ് ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരെ മാറ്റാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ സമയവും നമ്മുടെ എനർജിയും നമ്മുടെ മൈൻഡും ഒക്കെ പോകത്തേ ഉള്ളൂ. അതും ട്രൈ ചെയ്യണ്ട. നമുക്ക് മറ്റുള്ളവരെ മാറ്റണ്ട, നമുക്ക് മാറാം. നമുക്ക് മാറി നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാമെന്നേ, അത് മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.